എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇവിടെ ചെയ്യുന്നത്. കാലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുള്ളൂ. നേരം പുലർന്ന് വരുന്നുള്ളൂ കേട്ടോ. സാധാരണ ചില ദിവസങ്ങളിൽ ഈ സമയത്ത് നന്നായി വെളുത്തിട്ടുണ്ടായിരിക്കും നേരം. പക്ഷേ ഇന്ന് ഇരുട്ടായിട്ടാണ് നിൽക്കണേ കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ 2 ദിവസമായിട്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പം ഞാൻ വേഗം നമ്മൾ പണികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ജനലൊക്കെ വേഗം തുറന്നിട്ടിട്ടുണ്ട്. പിന്നെ കാലത്ത് കുക്കിങ്ങിന് കയറുന്ന സമയത്ത് ഞാൻ ചെറിയ രീതിക്ക് ഒരു ഭക്തിഗാനമൊക്കെ വെച്ചിട്ടാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ. ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണല്ലോ നമ്മുടെ കാലത്തെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഭക്തിഗാനമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണേ. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ കുടിക്കാനുള്ള വെള്ളം ഫസ്റ്റ് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ഇന്ന് വേറെ വെള്ളം വെച്ച് അങ്ങനെ ഗ്യാസുമ്മ വെച്ചേക്കാണ്. പിന്നെ ഇന്ന് കാലത്തേക്ക് നമുക്ക് ദോശയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് ലഞ്ചിനായിട്ട് ടൊമാറ്റോ റൈസ് കൊടുത്തേക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഉണ്ടായത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരുന്നു. അപ്പോൾ അതും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തണവൊക്കെ മാറിയിട്ട് നമുക്കത് തിളപ്പിച്ച് വാർത്തെടുക്കണം. അപ്പോൾ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെറിയ കലത്തിലാട്ടോ ചോറ് വെച്ച് വെക്കണേ. നമ്മളിവിടെ അടുപ്പത്തല്ല ചോറ് വയ്ക്കുക, ഗ്യാസുമ്മ തന്നെ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുക ചെയ്യാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കലക്ക് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ടൊമാറ്റോ റൈസിനുള്ള ബിരിയാണി അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല എന്ന് ഓർത്തേ. അപ്പോൾ വേഗം ബിരിയാണി അരിയൊക്കെ എടുത്ത് വെള്ളത്തിലിടാൻ നിൽക്കുകയാണ്. എപ്പോഴും കുറച്ച് അരി ബാക്കി ഓരോ കവറിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് യൂസ് ചെയ്യാറുമില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആ കവറിലുള്ള അരി മൊത്തത്തിൽ അങ്ങ് എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കഴുകി. അപ്പോഴേക്കും ഞാൻ പുറത്തൊന്ന് പോയി നോക്കാം കേട്ടോ, കാലത്തെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാ നേരമൊക്കെ വെളുത്ത് വരുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ വേഗം തിരിച്ച് കിച്ചണിലൊക്കെ വന്ന് അരി വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ബിരിയാണി അരി വെച്ചിട്ട് ഇങ്ങനെ ടൊമാറ്റോ റൈസോ അല്ലെങ്കിൽ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര സന്തോഷമായിട്ടോ. അന്നത്തെ ദിവസം അത് മുഴുവനും കഴിക്കുകയും ചെയ്യും. ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് അവർക്ക് ഒത്തിരി സന്തോഷമാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ലഞ്ച് ബോക്സിൽ അവർക്ക് അത് നിറച്ച് ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. അല്ല ചോറും കറികളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മതി എന്നാണ് പറയാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ടൊമാറ്റോ റൈസാണ് ലഞ്ചിന് ഉണ്ടാക്കണതെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടില്ല. എന്തായാലും അവൾക്കത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നന്നായി കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു സർപ്രൈസായി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ഇന്നത്തേക്കുള്ള ചോറിനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് അതിലേക്ക് അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ടൊമാറ്റോ റൈസിനും തക്കാളി ചമ്മന്തിക്കുള്ള സബോള, വെളുത്തുള്ളി, ഇഞ്ചി എന്നീ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നന്നാക്കാനാണ് പോണത്. അപ്പോൾ ഇതൊക്കെ വേഗം നന്നാക്കി കഴുകി നമുക്ക് നുറുക്കിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേഗം മോൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിൻ്റെ കൂടെ വെള്ളം കൊടുത്തേക്കാനായിട്ട് കെറ്റിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കാം കേട്ടോ. അവൾക്കുള്ള വെള്ളം ഞാൻ കെറ്റിൽ വെച്ചാണ് തിളപ്പിക്കാറ്. മറ്റേത് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കലത്തിൽ തിളപ്പിച്ച വെള്ളം നമ്മളിവിടെ കുടിക്കാനായിട്ട് എടുക്കുക ചെയ്യാറ് കേട്ടോ. നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. കുടിക്കാനുള്ള വെള്ളം തിളച്ച് വന്നപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൈയോടെ തന്നെ ചെറിയ പാത്രങ്ങളുള്ളത് കഴുകി വെക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നേരത്തെ അമ്മ വിളക്കൊക്കെ കൊളുത്തി അമ്പലത്തിലേക്ക് പോകാറുണ്ട്. എല്ലാ ദിവസവും കാലത്ത് അമ്മ അമ്പലത്തിലൊക്കെ പോയി ഒരു മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ടാണ് വരാറ്. അപ്പോൾ ഞാൻ ഈ സമയം വേഗം ഹോളത്തെ ജനലൊക്കെ ഒന്ന് തുറന്നിടാണ്. നേരം പുലർന്ന് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിടാറുണ്ട്. അപ്പോഴേക്കും നമുക്ക് അടുക്കളയിലെ ബാക്കി പണികളിലേക്ക് കിടക്കാണ്. അപ്പോൾ തണുത്ത ചോറ് തിളപ്പിച്ച് വാർത്ത് വെച്ചത് ഒന്ന് വാർക്കാൻ വെക്കാമെന്ന് വെക്കുകയാണ്. അപ്പോൾ അത് വാർത്ത് വെക്കാൻ പോവാണ്. ഞാൻ എല്ലാ ദിവസവും കാലത്ത് എണീക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ടാണ് തുടങ്ങാറ്. അതായത് നമ്മൾ രാത്രി ഉറങ്ങണതിന് മുമ്പ് ഒരു കുപ്പിയിൽ വെള്ളം ഞാൻ കൊണ്ടുവയ്ക്കാറുണ്ട് ബെഡ്റൂമിൽ. എന്നിട്ട് കാലത്ത് എണീക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കും. അതിന് ശേഷമാണ് നമ്മൾ കിച്ചണിൽ വരാറ്. അപ്പോൾ കിച്ചണിൽ വന്നതിന് ശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളവും കുടിക്കാറുണ്ട്. അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ ചിലപ്പോൾ ഞാൻ തേൻ ഒഴിക്കും, ചിലപ്പോൾ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് മാറ്റിയിട്ടാണ് ഞാൻ കുടിക്കാറ്. അതങ്ങനെ കുടിച്ച് ഇപ്പം അതൊരു നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. ഹെൽത്തിന് അങ്ങനെ ചെയ്യുന്ന നല്ലതാലോ, അത് കാരണം അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ആ
സമയം കൊണ്ട് ഞാൻ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി സബോളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. തീ കുറച്ച് വെച്ച് കരിയാണ്ട് നോക്കണം. അത് മൂത്ത് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുക്കുകയാണ്. കൈയോടെ പാത്രങ്ങൾ ഞാൻ കഴുകിയെടുക്കാറുണ്ട്. സിങ്കിൽ കുന്നുകൂട്ടി ഇടാറില്ല. അപ്പുറത്ത് ഞാൻ ചോറ് തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. തണുത്ത ചോറുണ്ടായത് വേഗം തിളപ്പിച്ച് അതും വാർത്ത് വെച്ചു. അതിന് ശേഷം ഞാൻ ഹോളിലൊക്കെ പോയി ദിവാങ്കൂട്ടും നമ്മുടെ സെറ്റ് ചെയ്യുമ്പോൾ കവറൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഇരിക്കുകയാണ്. ലാസ്റ്റ് ഞാൻ അടിച്ചു വരാറുള്ളൂ. എല്ലാ പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് സെറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ അത്രയും പണി കുറഞ്ഞ് കിട്ടിയല്ലോ. അപ്പോൾ വെറുതെ ഇനി ഇരിക്കാണ്ട് കിട്ടുന്ന സമയം മാക്സിമം ഓരോന്ന് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ജീരകം, കടുക്, പിന്നെ കുറച്ച് പരിപ്പും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, സബോള ഇട്ട് പച്ചമുളക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിക്കോളൂ കേട്ടോ. അത് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടിക്കോട്ടെ. പിന്നെ കുറച്ച് കാഷ്നട്ട് ഇടുന്നുണ്ട്. കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ ലാസ്റ്റ് കുറച്ച് മാഗി ക്യൂബും കൂടി ഇട്ടിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന കണക്കിന് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വെള്ളം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായല്ലോ, ആ അരിയിലെ വെള്ളം കളഞ്ഞിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ബാലൻസ് ആണോ നോക്കണം. ഉപ്പ് ബാലൻസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടിക്കണം. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് സെറ്റായിട്ടുണ്ടായിരിക്കും. ആ സമയം കൊണ്ട് ഞാൻ വേഗം ചായയൊക്കെ വെക്കുകയാണ്. എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റാണ് ചായ വെക്കുന്നത്. കാലത്ത് എണീറ്റ ഉടനെ തന്നെ ചായ കുടിക്കാമെന്നൊരു ശീലമില്ല. ചായ വെക്കാനൊക്കെ കഴിഞ്ഞ് കൈയോടെ തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ റൈസിനായിട്ട് മോൾക്കൊരു സാലഡും ഉണ്ടാക്കുന്നുണ്ട്. വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ടിട്ട് തക്കാളി സബോള ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സാലഡാണ് ഉണ്ടാക്കണേ. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ ഒരു ഇത് ഒതുങ്ങിയതിന് ശേഷം ഞാൻ വേഗം പോയി മോളെ വിളിക്കുകയാണ്. നമ്മൾ വിളിച്ചില്ലെങ്കിൽ ഇവർ എണീക്കില്ല. പ്രത്യേകിച്ച് മഴയും കൂടി കാരണം മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങുമല്ലോ. അപ്പോൾ ആൾ എണീറ്റോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് കിച്ചണിലേക്ക് തന്നെ വന്നു. ആ സമയം ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ടൊമാറ്റോ റൈസ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അരിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യണം. അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശയും കൂടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ മോൾക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ലഞ്ച് പാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മോളുടെ ലഞ്ച് ബോക്സിൽ അത്യാവശ്യത്തിന് തന്നെ ക്വാണ്ടിറ്റിയിൽ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേഗം അത് ടവൽ വെച്ച് കെട്ടി ബാഗിൽ വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് സമയമുള്ള സമയത്തൊക്കെ ഞാൻ തന്നെ ലഞ്ച് ബോക്സ് കെട്ടി ബാഗിൽ വെച്ച് കൊടുക്കാറുണ്ട്. അല്ലാത്ത സമയത്താണെങ്കിൽ അവൾ തന്നെ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പണികളുള്ളതെന്നും ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്ന് വെറുതെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് സമാധാനത്തോടു കൂടി കുറച്ച് നേരം ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് മോളെ വന്ന് നോക്കിയപ്പോൾ മോള് റെഡി ആയിട്ടുണ്ട്. യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. മുടി മാത്രം ഞാൻ കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതാളുടെ ഫേവറേറ്റ് ഡോൾസാണ്. ഇതിനെല്ലാം ഓരോ പേരും ഇട്ടിട്ടുണ്ട് കേട്ടോ ആൾ. അത് കഴിഞ്ഞപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കുറി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ തന്നെ കുറിയൊക്കെ ചാലിച്ച് തൊടുന്നുണ്ട്. ഞാൻ തൊട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഭയങ്കര കനം കുറച്ചിട്ടുള്ള കുറി അവൾക്ക് ഇഷ്ടം കേട്ടോ. അതിനിടയ്ക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ യാത്രയാവൽ കഴിഞ്ഞ് ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. അപ്പോൾ ടൊമാറ്റോ റൈസാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴിച്ചു നോക്കാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എടുത്തു വെച്ച ലഞ്ച് ബോക്സ് വീണ്ടും പുറത്ത് കൊണ്ടുവന്ന് അതിനുള്ളിൽ കുത്തി നിറച്ചാക്കി കൊണ്ടുപോകട്ടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ ബെഡ്റൂമൊക്കെ രണ്ടാളും ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അവരെ
അവരുടെ ബെഡും അവരുടെ തുണികളൊക്കെ അവർ തന്നെ മടക്കി വെക്കലും ഒതുക്കലൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ വേഗം കുറച്ചും കൂടി സമയം ബാക്കിയുണ്ടായിരുന്നു, വേഗം അടിച്ചു വാരാന്ന് വെച്ചിട്ടാണ്. അടിച്ചു വാരൽ കഴിഞ്ഞ് ഒരു 8:30 ആവാറാകുമ്പോഴേക്കും, ഒരു 8:20 ആകുമ്പോൾ നമുക്ക് ബസ് വരും, സ്കൂൾ ബസ്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വേഗം അടിച്ചു വാരി ഇടാന്ന് വെച്ചിട്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ സമയമായിപ്പോൾ വേഗം ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ബസ് വരില്ല. അപ്പോൾ ഞാൻ മോളെ ബസ് കയറ്റി വിടാനായിട്ട് കൂടെ പോവാണ്. അങ്ങനെ കുറച്ച് നേരത്തെ നമ്മുടെ പണികളൊക്കെ വേഗം ഒതുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ബസ്സൊക്കെ വന്ന് മോളെ കയറ്റി വിട്ട് ഞാൻ തിരിച്ചു വന്ന് കുളി കഴിഞ്ഞ് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാം. ഇനി നമുക്ക് കാര്യമായിട്ടുള്ള വേറെ പണികളൊന്നുമില്ല. അടുക്കളയിലത്തെ ഒരുവിധം പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കറിയെല്ലാം ഇന്നലെ വെച്ചത് തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റംബൂട്ടാൻ അമ്മ കൊണ്ടുവച്ചിട്ടുണ്ടായി, അതൊക്കെ ഞാൻ ഒരു ബോക്സിലേക്കാക്കി മാറ്റി വെക്കുകയാണേ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ നിന്ന് 2 എടുത്ത് കഴിക്കാനും തോന്നി. അങ്ങനെ അതും കഴിക്കുന്നുണ്ട്. വേഗം തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ നമ്മളോട് അറിയിക്കണേ. അപ്പോൾ വീണ്ടും വരാം.